ഈ ജീവനുള്ള അക്ഷരം കൊണ്ട് ഉണ്ടാകുന്ന ഏത് സൃഷ്ടിക്കും അതിന് സ്വയം ഒരു ജീവനുണ്ടാവുകയും ഓരോ കൃതിയും അത് വായിച്ചിരിക്കേണ്ട ആളുടെ അടുത്ത് തന്നെത്താൻ സഞ്ചരിച്ചില്ലെന്നും ഉള്ളൊരു മണ്ടൻ വിചാരം. ഞാൻ അങ്ങനെ ഇൻവെർട്ടർ കോമായിട്ട് പറയാം, മറ്റുള്ളവർ കേൾക്കുമ്പോൾ മണ്ടൻ, മറ്റുള്ളവർക്ക് മണ്ടനായിട്ടുള്ള വിചാരം സ്വയം വ്യാപിച്ചോളും. അതിന് വായിക്കേണ്ടവരുടെ അടുത്ത് ചെല്ലും. ആ ക്ലാസിക് ആകാനുള്ള സാധ്യതയെ ഒരു സാധാരണ നല്ലത് എന്ന് പറയുന്ന രീതിയിലോ നല്ലതാകാനുള്ള സാധ്യതയെ ഒരു മോശം സാധനമാക്കിയോ പെട്ടെന്ന് എടുത്തിടാനുള്ള ഒരു ടെൻഡൻസിക്ക് വിധേയരാകാനുള്ള സാധ്യത ഞാൻ പറയുന്നു. ഇതിനെ അതിജീവിക്കൽ ആണ് ഒരു പുതിയ കാലത്തിലൊരു നല്ല എഴുത്തുകാരൻ ആ വെമ്പലിനെ അതിജീവിച്ചുകൊണ്ട് അതിന്മേൽ അടയിരിക്കാൻ. കാരണം ക്വാണ്ടം ഫിസിക്സ് ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത് എന്താണെന്നല്ല, അനന്തമായ ഒരുപാട് സൂപ്പർ പൊസിഷൻ സാധ്യതകൾ ഇങ്ങനെ കിടക്കുന്നതിലെ ഒരു സാധ്യതയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് നമുക്ക് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യണം. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം സംസാരത്തിനുള്ളത് VJ ജെയിംസ് മാഷാണ്. എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്. നിങ്ങൾ പലർക്കും മാഷിനെ അറിയുമായിരിക്കും. ഒരുപാട് പുസ്തകങ്ങൾ, നോവലുകൾ എഴുതി. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, സാഹിത്യകാരനായി, ഇപ്പോൾ ലോകമറിയപ്പെടുന്ന സാഹിത്യകാരനായി, അങ്ങനെ വേണം നമ്മൾ പറയാൻ. നമുക്ക് മാഷിൻ്റെ എഴുത്തിൻ്റെ വിശേഷങ്ങളും എല്ലാം ജീവിതവും ഒക്കെ ചോദിച്ചറിയണം. മാഷെ, സ്വാഗതം വിശാലാപ്റ്റൻ്റെ സംസാരത്തിലേക്ക്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രജ്ഞനായാണ് തുടക്കം. ശാസ്ത്രത്തിൽ നിന്ന് സാഹിത്യത്തിലേക്കുള്ളൊരു പരിണാമത്തിൻ്റെ കഥ മാഷ പലയിടത്തും പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഒന്ന് ചുരുക്കി ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശാസ്ത്രത്തിൽ നിന്ന് സാഹിത്യത്തിലേക്ക് പരിണമിച്ചതാണോ അതോ സാഹിത്യത്തിൽ നിന്ന് ശാസ്ത്രത്തിലേക്ക് പരിണമിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം സാഹിത്യത്തോടുള്ള അഭിനിവേശം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഒരു 4ാം ക്ലാസ് മുതലേ വായന തുടങ്ങി. അത് ബാഹ്യമായ പ്രേരണ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ല, നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു വായിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു 7ാം ക്ലാസ്സിലേക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ സ്വന്തമായിട്ട് ലൈബ്രറിയിൽ മെമ്പർഷിപ്പൊക്കെ എടുത്ത് പുസ്തകങ്ങൾ ലൈബ്രറി റാക്കിൽ ഏത് പുസ്തകം കാണുന്നത് അത് എടുത്തുകൊണ്ട് വരും. ആരുടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയാണ് വായിച്ചു തുടങ്ങി. അപ്പോൾ ഈ എഴുതിയ എഴുത്തുകാരൊക്കെ ഇന്നാരായിരുന്നു എന്ന് പിന്നീട് ഒരു കാലം മുതിർന്ന ശേഷം നമ്മൾ വായിക്കുമ്പോഴാണ് ഞാൻ വായിച്ചത് തകഴിയെയും കേശവദേവനെയും ബഷീറിനെയും ഇവരെയൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളത് പോലും തിരിച്ചറിയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വായനയായിരുന്നു. അതുകൊണ്ട് അത് ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഈ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നൊരു പോഷകം, നാം അറിയാതെ ലഭിക്കുന്നൊരു പോഷകം നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ സർഗാത്മകതയുടെ വിത്തുകളുണ്ടെങ്കിൽ അത് ആ പോഷകത്തിൽ പൊട്ടിമുളയ്ക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ബൈ പ്രൊഫഷൻ ക്ലാസ്സിൽ പഠിക്കാനൊക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ക്ലാസ്സിലൊക്കെ ഒന്നാമനായിട്ടൊക്കെ ആയിരുന്നു പഠിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പ്രീ ഡിഗ്രി കഴിഞ്ഞ് നല്ല മാർക്ക് കിട്ടിയപ്പോൾ ഒരു എൻജിനീയറിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ കോതമംഗലം മാറത്തനീഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം എടുക്കുന്നു. പിന്നെ VSSൽ വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിവിടെ കിട്ടി. അങ്ങനെ ആ വഴിയിലേക്ക് പോകുന്നു. പിന്നെ ശാസ്ത്രം നമ്മൾ പഠിക്കും തോറും ഉണ്ടല്ലോ പലതും അൺവെയിൽ ചെയ്ത് ഓരോ രഹസ്യങ്ങൾ സൂക്ഷ്മതയിലേക്ക് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ കൗതുകമുണ്ട്. അത് നൽകുന്ന ഒരു ആനന്ദമുണ്ട്. സർഗാത്മകത എഴുത്തിൽ ആനന്ദം നൽകുന്ന പോലെ ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ചും ആധുനിക കാലത്തെ ക്വാണ്ടം ഫിസിക്സിൻ്റെ ആ ഏറ്റവും പുതിയ തലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ആനന്ദം. രണ്ടും കോംപ്ലിമെൻ്ററി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ശാസ്ത്രവും എഴുത്തും. ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ യുക്തിയാണ്, സാഹിത്യം ഭാവനയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു അതിനിടയ്ക്കുള്ള വളരെ നേരിയതാണെങ്കിലും പക്ഷെ ഇതിനെ ബാലൻസ് ചെയ്യാൻ ഈ നേരത്തെ പറഞ്ഞ ഈ എഴുത്തുകാരെ പോലും നോക്കാത്ത പരന്ന വായന, ചെറുപ്പകാലത്തെ വായന അത് സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വായനയുടെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങുന്ന ഈ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കോമിക്സ്, അതുപോലത്തെ ചെറിയ വീരകഥാപാത്രങ്ങളെ വായിക്കുന്നു. പിന്നെ അടുത്ത തലത്തിൽ എനിക്ക് താല്പര്യം വന്നത് ഡിറ്റക്റ്റീവ് നോവലുകളോട്, അല്ലെങ്കിൽ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള തുടങ്ങിയ പേടിപ്പിക്കുന്ന. അത് കഴിഞ്ഞിട്ടൊരു സാഹചര്യത്തിൽ ജനപ്രിയ നോവലുകൾ, മുട്ടത്തോർക്കി, കാനം തുടങ്ങിയ ഒരു സാധാരണ മനുഷ്യന് കടന്നു പോകാവുന്ന തലങ്ങളിൽ. പിന്നീടാണ് അടുത്ത തരത്തിലുള്ള വായനയിലേക്ക് കടക്കുകയും തകഴി, അതുപോലെ കേശവദേവ്, ബഷീർ എന്ന് പറയുന്നവരെയും അതിനുശേഷം OV വിജയൻ, ആനന്ദ്, അപ്പോൾ നമ്മുടെ ആ മലയാളത്തിലെ ആ ഒരു ഇതുണ്ടല്ലോ നിര ഇത്. അപ്പോൾ ഇത് സ്വാഭാവികമായ ഈ യാത്ര പിന്നീട് ചെല്ലുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി തുടങ്ങുമ്പോൾ അന്വേഷണം തുടങ്ങുകയാണ്. വെറുതെ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ അന്ന് ഇച്ചിരി ആഴത്തിൽ വന്നു കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതം, എന്തിനാണ് ഈ ജീവിതം എന്നുള്ളൊരു ചോദ്യം വന്നാൽ തന്നെ ഒന്നുമില്ലടെ വെറുതെ അങ്ങ് ജീവിച്ചു പോകും, ഒരു ദിവസം മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓക്കെ, അത്രയും മതിയെങ്കിൽ അത് മതി.
പക്ഷേ വായന നമ്മുടെ ഉള്ളിലെ ചില തുറവികളുണ്ടാക്കും, ചില അന്വേഷണം, ചില പാതകളിലൂടെ സഞ്ചരിക്കുവാനുള്ള പ്രേരണ. അപ്പം ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ഇതൊരു സ്വാഭാവികമായ യാത്രയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. നമ്മൾ കൃത്യമായിട്ട് സഞ്ചരിക്കുമ്പോൾ പ്രകൃതി നമ്മൾ ഈ വഴിയിലൂടെ കൊണ്ടുപോവുകയാണ്. അപ്പം ഈ ഫിക്ഷൻ്റെ വായനയുടെ അടുത്ത തലത്തിൽ സ്വാഭാവികമായിട്ടും കടന്നു വരുന്ന ഫിലോസഫിയുടെ വായനയാണ്, ദാർശനികത. അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുക. വേണമെങ്കിൽ നമുക്ക് ഫിക്ഷനിൽ ഒതുങ്ങി നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള വിഷയത്തിൽ നിൽക്കാം. പക്ഷേ ഇതിൻ്റെ സ്വാഭാവിക യാത്രയെന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ വായിച്ചതിനെ ഓരോന്നും നമ്മൾ കൂടുതൽ തൃപ്തി തരുന്നതിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അത് കൂടുതൽ തുറവികൾ തരുന്നതും കൂടുതൽ ഉത്തരങ്ങൾ തരുന്നതും ഈ ദാർശനിക വായനയാണെന്നുള്ള ഒരു തലത്തിലേക്ക് വരുന്നു. അതിൽ നമുക്കൊരു രസം പിടിച്ച് വരുമ്പോഴത്തേക്ക് ദാർശനികം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ വെറുതെ അങ്ങ് അവർ പറയുന്ന അതേപടി സ്വീകരിക്കലല്ല, അതിൻ്റെ ലോജിക്ക് നമുക്കൂടെ ബോധ്യപ്പെടണം. ഈ ലോജിക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, സയൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം സാധാരണ ഇതിൽ ദാർശനികതയും സയൻസും രണ്ടും പാരലായിട്ട് നിൽക്കുന്ന പോലെ എല്ലാവർക്കും. പക്ഷേ സയൻസിൻ്റെ സൂക്ഷ്മതയിലൂടെ നമ്മൾ സഞ്ചരിച്ച് ദാർശനികതയുടെ സൂക്ഷ്മതയിലൂടെ കുറേ സഞ്ചരിക്കുമ്പോൾ ഇവയ്ക്കിടയിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ദൂരം കുറഞ്ഞു വരുന്നൊരു അനുഭവമുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ളത് ഇത് വേറൊരാൾക്ക് ബോധ്യപ്പെടണമെന്നില്ല, എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തണമെന്നില്ല. നമ്മൾ അത് ആത്യന്തികമായിട്ട് നമ്മളെയാണ് തൃപ്തിപ്പെടുന്നത്. അല്ലാതെ ഒരു സദസ്സിൽ വന്നിട്ട് ഇതാണ് ശരി, നിങ്ങൾ ഇത് എടുത്തോളൂ എന്നൊന്നും ഒരിക്കലും പറയേണ്ട കാര്യമില്ല. ഓരോരുത്തർക്ക് അവനെൻ്റെ വഴി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് അന്വേഷണങ്ങളും ചെന്ന് കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അതൊരു വലിയൊരു അനുഭവമാണ്. അപ്പോൾ ഈ ബിന്ദു എവിടെയാണ്? സയൻസ് എന്ന് പറയുന്നത് ഒന്ന് അൺവീൽ ചെയ്യുക, ഓരോന്നിനെയും മറനീക്കി പുറത്തെടുക്കുകയാണ്. പക്ഷേ എന്തിനാണ് നമ്മൾ അൺവെയിൽ ചെയ്യുന്നത്? പ്രപഞ്ചം ഇതിനു മുൻപ് നടപ്പാക്കി വെച്ചിരിക്കുന്ന ശാസ്ത്രത്തെയാണ് നമ്മൾ പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കുന്നത്. ആരാണ് ഇത് നടപ്പാക്കി വെച്ചിരിക്കുന്നത്? എത്രയോ, അതായത് ഓരോന്നോടെ നമ്മളിപ്പം ന്യൂട്ടൻ്റെ ലോ, ന്യൂട്ടൺ ഉണ്ടാക്കിയ ലോ അല്ല, പ്രകൃതിയുടെ നിയമമാണ്. ന്യൂട്ടൺ അത് കണ്ടുപിടിച്ചിട്ട് ന്യൂട്ടൻ്റെ പേരിട്ട്. അതുപോലെയാണ് ഹൈഡ്രോളിക്സ് നിയമം. അത് ഏത് പറഞ്ഞാലും ഹൈഡ്രോളിക്സിലെ നിയമങ്ങളായാലും അല്ലെങ്കിൽ ഏത് നിയമങ്ങളായാലും പ്രകൃതി ഇത് നടപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ക്വാണ്ടം ഫിസിക്സിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്നുള്ള പ്രതിഭാസത്തെ അതിൻ്റെ പ്രൂഫ് കണ്ടുപിടിച്ചിട്ട് സയൻസിന് അതിൻ്റെ യുക്തി ഉപയോഗിച്ചതിന് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം വേറൊരാൾക്ക് ഉൾക്കൊള്ളാനകത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വലിയ സയൻറ്റിസ്റ്റ്, പക്ഷേ അയാൾക്ക് ശാസ്ത്രബോധമില്ല, സയൻറ്റിഫിക് ടെമ്പർ ഇല്ലെന്ന് പറയും. ഇന്നിപ്പോൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് തലത്തിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് മടക്കി മാറ്റി വെക്കേണ്ടി വരും തൽക്കാലത്തേക്ക്. നാളെ ആയിരിക്കും നമുക്കത് മനസ്സിലാവുമായിരിക്കാം. അത് മനസ്സിലാകുന്നില്ല, പക്ഷേ പ്രൂഫുണ്ട്, ഇത് നടക്കുന്നു, സംഭവം ശരിയാണെന്നുള്ളത്. ഇത് ഉദാഹരണത്തിന് നീൽസ് ബോറും ആൽബർട്ട് ഐൻസ്റ്റീനും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ, അവരുടെ ഒരു ഡിസ്കഷൻ്റെ അകത്ത് ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനെ കുറിച്ച് ബോർ പറയുന്ന സമയത്ത് ഐൻസ്റ്റീൻ ഈസ് നോട്ട് അക്സെപ്റ്റിങ് ഇറ്റ്. പുള്ളി പറയുന്നു ഇറ്റ്സ് എ സ്പൂക്കി ആക്ഷൻ. പുള്ളി അത് തെറ്റാണെന്ന് പറയുകയാണ്. അതായത് മഹാനായ ശാസ്ത്രജ്ഞൻ. പക്ഷേ അദ്ദേഹം അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഇത് തെറ്റാണെന്നുള്ള ബോധ്യത്തോടെ അദ്ദേഹം മരിക്കുന്നു. പക്ഷേ അതിനുശേഷം ഒരു 100 വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രൂഫ് വരികയാണ്. എന്ന് പറഞ്ഞാൽ സയൻസിന് ഇത് കണ്ടെത്താനായിട്ട് സയൻസ് വൈകിയെന്നേ ഉള്ളൂ. പ്രകൃതിയെ സംബന്ധിച്ചുള്ളത് ഫാക്റ്റാണ്. നാളെ ഒരിക്കലും ഇത് തന്നെ സംഭവിക്കാവുന്നത്. അപ്പം ഇതിന് പല ഉത്തരങ്ങളും പലപ്പോഴും ഫിലോസഫിയിലൂടെ നമ്മൾ കണ്ടെത്തിയ സാധനങ്ങൾ, അല്ലെ നമുക്ക് ഫിലോസഫി എന്ന് പറയുമ്പോൾ വെറുതെ സ്വീകരിക്കില്ല, അതിൻ്റെ അകത്ത് പരിസരത്തിലൂടെ സഞ്ചരിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ സയൻസിലൂടെ വന്ന് കൂട്ടുമുട്ടുന്ന ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന അനുഭൂതി അത് നമ്മുടെ ഉള്ളിൽ മാത്രമാണ്. ഇതിനെ ആരും എടുക്കുകയും വേണ്ട, അത് ഓരോരുത്തർക്കും വ്യക്തിപരമാണ് ഇത് സാധനം. പക്ഷെ അപ്പോഴും ഇപ്പം സയൻസിലാണെങ്കിൽ നമുക്കൊരു റൈറ്റ് ആൻഡ് റോങ് എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യസ്തത നമുക്ക് അവിടെ അങ്ങനെ വിഘടിപ്പിച്ച് നിർത്താൻ പറ്റുന്നൊരു ആസ്പെക്ട്സ് ഉണ്ട്. പക്ഷേ സാഹിത്യത്തിൽ അതില്ലല്ലോ. സാഹിത്യത്തിൽ എല്ലാം ശരിയാണ്, എല്ലാം നമ്മുടെ ഭാവനയിൽ വരുന്നതാണ്. അങ്ങനെ എപ്പോഴെങ്കിലും ഇതിലുള്ള പോലുള്ള കോൺഫ്ലിക്റ്റുകൾ അനുഭവിച്ചിട്ടുണ്ടോ സാഹിത്യ ജീവിതത്തിൽ? സാഹിത്യത്തിൽ കോൺഫ്ലിക്റ്റ് ഇപ്പം എൻ്റെ നോവലുകൾ നോക്കുകയാണെങ്കിൽ ചോരശാസ്ത്രം, കളവിൻ്റെ ശാസ്ത്രം, കള്ളനാണ് പ്രധാന കഥാപാത്രം. അപ്പോൾ ഈ കളവിൻ്റെ ശാസ്ത്രത്തെ എടുത്തു കഴിച്ചിട്ട് നമ്മൾ വാസ്തവത്തിൽ ചോരശാസ്ത്രം വായിച്ച ഒരാൾക്കും ആ കള്ളനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവനെ സ്നേഹിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ ഒരു അധമ ശാസ്ത്രത്വം കൈകാര്യം ചെയ്യുന്ന ഒരാളെ കൊച്ചുകള്ളൻ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം അവിടെ ഇത് ഒരു അന്വേഷണമാണ്, ദാർശനിക ഒരു അന്വേഷണം. എന്തുകൊണ്ടാണ് ഈ ഡ്യുവാലിറ്റി ലോകത്തിൻ്റെ നേച്ചറായിരിക്കുന്നത്? എല്ലാം ഇരുട്ട്, വെളിച്ചം, സുഖം, ദുഃഖം, നന്മ, തിന്മ, എല്ലാം ഇലക്ട്രോൺ, പ്രോട്ടോൺ, എല്ലാം ഡ്യുവലായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇവിടെയാണ് ദാർശനികത നമ്മളെ സഞ്ചരിപ്പിക്കുന്നത്. ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് മാറ്ററിൻ്റെ മെറ്റീരിയൽ വേൾഡിൻ്റെ നേച്ചറാണ്. ഈ ഡ്യുവാലിറ്റിയെ അതിജീവിച്ച് അതിന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ
ഡ്യുവലായിട്ട് തോന്നുന്ന പദാർത്ഥങ്ങൾ പോലും അടിസ്ഥാനപരമായിട്ട് നിർമ്മിതമായിരിക്കുന്നത് ഡ്യുവൽ അല്ലാത്ത വസ്തുക്കളാണെന്നില്ല. ഇപ്പോൾ ക്വാർക്സ്, പ്രോട്ടോണും ന്യൂട്രോണും ആയിരിക്കുന്ന ക്വാർക്സ് തന്നെയാണ് ബേസിക്കലി. അതിൻ്റെ സ്പിന്നിൻ്റെ ഡയറക്ഷൻ ഡിഫറൻസ് ഇതുകൊണ്ടുണ്ടാകുന്നതാണ്. ഇതുപോലെ ഇലക്ട്രോൺ ഒരു പ്രസൻസാണ്. ഇന്ന് ആരും ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചിട്ടില്ല, അതവിടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം എന്നുള്ളത്. അപ്പോൾ ഇതിന് അപ്പുറത്തേക്ക് ചെന്ന് ഇലക്ട്രോണിനും പ്രോട്ടോണിനും ന്യൂട്രോണിനും അതിൻ്റെയും സബ് തലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. സയൻസിന് അറിയത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ, പ്രകൃതിക്കറിയാം. പ്രകൃതി ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ച് ഒരു രഹസ്യമല്ല. അപ്പോൾ സയൻസ് അതിൻ്റെ ടൂൾ വെച്ചിട്ട്, സയൻസിനെല്ലാം എന്താണ് വിശ്വസിക്കണമെങ്കിൽ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് പരീക്ഷിച്ചിട്ട് അതിന് ഉത്തരം കൊടുക്കണം ടൂൾ വഴി. അതായത് ഒരു തേർഡ് പാർട്ടി ഇതാണ് ബോധ്യമാണ്. ഞാനല്ല ബോധ്യപ്പെടുന്നത്, ഞാൻ വേറൊന്നിനെ നോക്കിയിട്ട് ബോധ്യപ്പെടുകയാണ്. പക്ഷേ ഈ അടിസ്ഥാന നിർമ്മിതി ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ബോധ്യമായിട്ടാണല്ലോ, സെൽഫായിട്ടുള്ള ബോധ്യപ്പെടുന്ന ഒരു കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു. എൻ്റെ കോൺഷ്യസ്നെസ്സിനെ ഒരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് കൊണ്ടൊന്നും ആർക്കും അളക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഞാൻ കോൺഷ്യസ് ആണെന്നറിയാൻ വല്ല സ്പൈക്കും ഇതെല്ലാം കാണിച്ചിട്ട് അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വേണേൽ പറയാം, ഏറ്റവും പരമാവധി. അതെ, അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യണം. പക്ഷെ അത് എന്താണ്, ഈ ജീവിച്ചിരിക്കുന്ന ആ സാധനം എന്താണെന്നുള്ളത്, എൻ്റെ സ്നേഹത്തെ സയൻസിൻ്റെ ഏതെങ്കിലും എക്യുപ്മെൻ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ? എനിക്ക് സ്നേഹം വരുമ്പോൾ വേണമെങ്കിൽ ഒരു സ്പൈക്ക് വേണമെങ്കിൽ വന്നേക്കാം, ദേഷ്യം വരുമ്പോൾ ഒരു സ്പൈക്ക്. പക്ഷെ എൻ്റെ സ്നേഹം എന്താണെന്നുള്ളത് എക്സ്പീരിയൻസിൻ്റെ ഞാൻ മാത്രമാണ്. ഇവിടെയാണ് സയൻസിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, പരിമിതിയാണ്. കാരണം സയൻസിൻ്റെ ടൂളിന് തൽക്കാലം ഇതേ പറ്റത്തുള്ളൂ. അപ്പോൾ ഐൻസ്റ്റീൻ്റെ കാലത്ത് അന്നത്തെ ടൂൾ ഉപയോഗിച്ചിട്ട് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഐൻസ്റ്റീനെ സംബന്ധിച്ചാൽ ഐൻസ്റ്റീൻ മരിക്കുമ്പോഴും അത് തെറ്റാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പുള്ളി മരിച്ചത്. നമ്മളിപ്പോഴും ഒരുപാട് കാര്യങ്ങൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന പോലെ ഒന്ന് പറഞ്ഞതുപോലെ. അപ്പം കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം മാറും. എല്ലാം നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ സർവ്വ നിയമങ്ങളും ക്വാണ്ടം ഫിസിക്സിൽ ആ നിയമമൊന്നും കൊണ്ടിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല. സത്യം. ഇപ്പം നമ്മൾ സാഹിത്യം ലോകത്തോട് എന്ത് ചെയ്യുന്നു, സാഹിത്യം സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഒക്കെ ഭാഷയിൽ എങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അപ്പം ഈ നേരത്തെ പറഞ്ഞ ഈ ഡ്യുവാലിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തിൻ്റെ മെറ്റീരിയൽ വേൾഡിൻ്റെ ലിമിറ്റേഷനിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്നതിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് കടക്കുക പോലും ചെയ്യില്ല. ചെറിയൊരു ലിമിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് കടന്നു പോകാനാവാത്ത, അതല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യതയിൽ മാത്രം നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ കാണാം. ഒരു പബ്ലിക് ഡൊമൈനിൽ ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ആരും ഇതിപ്പം ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിനോട് പ്രതികരിക്കുന്നത്. അല്ലാതെ ഞാനൊരു പബ്ലിക് ഡൊമൈനിൽ ചെന്നിട്ട് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ആവശ്യമില്ല. കാരണം ഈ സൂക്ഷ്മത എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിൻ്റെ തലമായതുകൊണ്ടാണ്. എൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്ന് ഒരാൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവിടെ എൻ്റെ വാക്ക് ലിമിറ്റഡ് ആവുകയാണ്. ഇനി അഥവാ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചു ഇന്നതാണ് എന്ന് പറഞ്ഞു, ഒരാളും വിശ്വസിക്കില്ല. ഇയാൾക്ക് വട്ടാണെന്നേ പറയത്തുള്ളൂ, അല്ലേ? സത്യം. എന്തിനാ നമ്മളവിടെ പോയി നിന്നിട്ട് എനിക്ക് വട്ടാണെന്ന് നമ്മൾ വേറെ അടുത്ത് നമ്മൾ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു ട്രൂത്തിനെ അറിഞ്ഞ് അനുഭവിക്കണമെങ്കിൽ only you can experience it. വേറൊരാളെ ബോധ്യപ്പെടുത്താൻ നടക്കേണ്ട കാര്യമില്ല. സയൻസ് അത് ചെയ്യട്ടെ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് തുറന്ന് കിട്ടാനുള്ള ചില സാധനങ്ങൾ തുറന്ന് കിട്ടുമ്പോൾ മാത്രമേ സയൻസ് അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് മാഷിൻ്റെ എഴുത്തുകളിലേക്ക് തന്നെ തിരിച്ചു വരാം, അല്ലേ? മടുത്തല്ലേ? മടുത്തത് കൊണ്ടല്ല, ഒന്ന് മാഷ് പറഞ്ഞ പോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പം മാഷിൻ്റെ എഴുത്തുകളൊക്കെ ഈ തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് പുറലോകങ്ങളിലേക്ക് പോകുന്നുണ്ട്. റസ്കിൻ ബോണ്ടിൻ്റെ അംഗീകാരം കിട്ടിയതടക്കമുള്ള ഒരുപാട് നേട്ടങ്ങൾ ആ വഴിയിലൂടെ വന്നിട്ടുണ്ട്. അപ്പം മാഷിന് എന്ത് തോന്നുന്നു, ഇപ്പം മലയാളത്തിൽ നിന്ന് നമ്മുടെ മൊഴിമാറ്റം കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ ഇപ്പം സ്വാഭാവികമായി ഒരു കൃതി തർജ്ജമ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആശയനഷ്ടം പോലുള്ള ഇതുണ്ടെങ്കിലും നമ്മുടെ ഓഡിയൻസ് വികസിക്കുന്നു എന്നുള്ളൊരു എലമെൻ്റ് അതിനുണ്ട്. മാഷിൻ്റെ സാഹിത്യ എഴുത്ത് അനുഭവത്തിൽ നിന്ന് അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ? സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ മലയാളത്തിൽ ഞാൻ എഴുതുന്നു, അപ്പോൾ മലയാളത്തിൽ വായന വിജയ ജിംസിനെ വായിച്ചിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ വിജയ ജിംസിനെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട്, വിജയ ജിംസ് എഴുതുന്നത് എന്തായിരിക്കും എന്ന് ഉണ്ടാവും, എന്നെ വായിച്ചിട്ടുള്ള. പക്ഷേ ഈ ട്രാൻസ്ലേഷൻ വായിക്കുന്നവർക്ക് ഒരു ധാരണയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്രഷാണ്. അവർക്കൊരു മുൻവിധികളുമില്ല. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. അപ്പോൾ അവർ മലയാളത്തിൽ എന്നെ മുൻവിധിയോട് സമീപിക്കുകയും ചെയ്യുന്നത് പോലെ ഒരു മുൻവിധിയും ഇല്ലാതെ അവർ വായിക്കുന്നു. അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്യുവറസ്റ്റ് ഓഫ് പ്യുവറാണ്.
ഇപ്പോൾ JCB പ്രൈസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ആൻറ്റി ക്ലോക്ക് എത്തുന്നു. ആ, അതെ. അവർക്കാരും വിജയ് ജെയിംസ് ആരാന്ന് അറിയത്തില്ല. അവർ ആ കൃതികളൊക്കെ, അതായത് ഇന്ത്യയിലുള്ള മൊത്തം കൃതികളിൽ നിന്ന് 5 കൃതികൾ വരുന്നതിൻ്റെ അകത്ത് ഇത് വരും, ഓട്ടോമാറ്റിക്കലി വരികയാണ്. റസ്കിൻ ബോണ്ടിൻ്റെ തന്നെ കാര്യം ആലോചിക്കുക. അതെ. റസ്കിൻ ബോണ്ടിന് വിജയ് ജെയിംസ് ആരാന്ന് അറിയത്തില്ല. എനിക്ക് റസ്കിൻ ബോണ്ടുമായിട്ട് ഒരു പരിചയമില്ല. പക്ഷേ റസ്കിൻ ബോണ്ട് 10 മസ്റ്റ് റീഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇതുവരെ വായിച്ചിട്ട് 10,000-കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാൾ 10 വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആൻറ്റി ക്ലോക്ക് അദ്ദേഹം പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റണ്ടാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ അത് ബാധിച്ചു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് വന്നത്? ഇത് ട്രാൻസ്ലേഷൻ സംഭവിച്ചുകൊണ്ടാണ്. ഇപ്പോൾ പെൻഗിൻ ബുക്സിലൂടെ ഇപ്പോൾ എൻ്റെ 5 പുസ്തകങ്ങൾ വന്നു. ഈ ട്രാൻസ്ലേഷൻ സഞ്ചരിക്കുകയാണ് പുസ്തകങ്ങൾ. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ അക്ഷരത്തിന് ജീവനുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ അക്ഷരം കൊണ്ട് എന്തെല്ലാം ചെയ്യുക. ഇരുതല മൂർച്ചയുള്ള വാളെന്നാണ് പറയുന്നത്. അതിന് വേണമെങ്കിൽ നല്ലതും ചെയ്യാം, ഹനിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ അക്ഷരം കൊണ്ട് ഈ ജീവനുള്ള, നേരത്തെ കോൺഷ്യസ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്, ഈ ജീവനുള്ള അക്ഷരം കൊണ്ട് ഉണ്ടാകുന്ന ഏത് സൃഷ്ടിക്കും അതിന് സ്വയം ഒരു ജീവനുണ്ടാവുകയും ഓരോ കൃതിയും അത് വായിച്ചിരിക്കേണ്ട ആളുടെ അടുത്ത് തന്നെത്താൻ സഞ്ചരിച്ചില്ലെന്നും ഉള്ളൊരു മണ്ടൻ വിചാരം. ഞാൻ അങ്ങനെ ഇൻവെർട്ടർ കോമായിട്ട് പറയാം, മറ്റുള്ളവർ കേൾക്കുമ്പോൾ മണ്ടൻ, മറ്റുള്ളവർക്ക് മണ്ടനായിട്ടുള്ള വിചാരം സ്വയം വ്യാപിച്ചോളും. അതിന് വായിക്കേണ്ടവരുടെ അടുത്ത് ചെല്ലും, അത് സ്വയം അങ്ങ് എത്തിക്കൊള്ളും. പിന്നെ വേറെ നമ്മളിപ്പം പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിസിബിലിറ്റി എന്ന് പറയുന്ന പുസ്തകം. ഇപ്പോൾ ഒരാളുടെ ഒരു പുസ്തകത്തിന് വിസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് വ്യാപകമായിട്ട് വായിക്കപ്പെടുന്നത് അല്ലേ? മാർക്കറ്റിങ്ങിനത് ഇന്ന് തീരുമാനിക്കുന്നത് എന്തുവാണ്? അൽഗോരിതമാണ് തീരുമാനിക്കുന്നത് ആരാണ് എഴുത്തുകാരനാവേണ്ടതെന്ന്, അല്ലേ? ആ അൽഗോരിതം തീരുമാനിക്കും. അപ്പോൾ ഒരു പുസ്തകം വന്നു കഴിഞ്ഞാൽ കുറേ പേര് അത് നോക്കുന്നവരുണ്ട്, അൽഗോരിതം ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ വിജയ് ജെയിംസ് അവിടെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് ആൾക്കാരിലേക്ക് എത്തത്തില്ല. അൽഗോരിതമാണ് തീരുമാനിക്കുന്നത്, എഴുത്തുകാരനെ ചെയ്യുന്നതും ഇത്. പക്ഷേ ഇത് താൽക്കാലികമാണ്. ഒരു കൃതിക്ക് ശക്തി ഉണ്ടെങ്കിൽ, അക്ഷരത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഇത് സ്വയം സഞ്ചരിക്കും. അപ്പം ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ഇപ്പോൾ ഇന്ന് അൽഗോരിതം തീരുമാനിച്ച് എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത ഒരു പുസ്തകം നാളെ അതുപോലെ നിൽക്കണമെന്നില്ല. നാളെ വേറൊരാളെ അവിടെ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ കണ്ടൻറ്റുള്ള ജീവനുള്ള പുസ്തകമാണെങ്കിൽ ഇത് നാളെയിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ നാളെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു 10 വർഷം കഴിയുമ്പോൾ ഓരോ പുസ്തകത്തെ ഒരു പരീക്ഷ നടത്തും. ഈ പരീക്ഷയെ 10 വർഷം കഴിയുമ്പോൾ ഈ പുസ്തകം അതിജീവിക്കുന്നുണ്ടെങ്കിൽ അത് അടുത്തയിലേക്ക് പോകത്തുള്ളൂ. വീണ്ടും 10 വർഷം കഴിയുമ്പോൾ വീണ്ടും പരീക്ഷ നടത്തുകയാണ്. അപ്പോൾ ഈ പരീക്ഷകളെ, കാലത്തെ അതിജീവിക്കുന്ന പുസ്തകങ്ങൾ അങ്ങനെയാണ് നിലനിൽക്കുന്നത്. ഈ പരീക്ഷകളെ അതിജീവിച്ച് മാർക്ക് വാങ്ങിയാൽ മാത്രം. അപ്പം നമ്മൾ ഇപ്പോൾ വിസിബിലിറ്റി ഉണ്ടെന്ന് കരുതി അങ്ങനെ വരണമെന്നില്ല, ഉണ്ടായേക്കാം. പക്ഷേ ആ സാധ്യത അവിടെ നിൽക്കുന്ന. ഇപ്പോൾ നമ്മുടെ പുസ്തകങ്ങൾ കാലത്തെ അതിജീവിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നമ്മൾ കാലത്തെ അതിജീവിക്കുന്നതിനെ കുറിച്ച് കൂടി പറയണമെന്ന് തോന്നുന്നു. അപ്പോൾ എഴുത്തിൻ്റെ രീതികളിൽ വരുന്ന, അതിൽ കൊണ്ടുവരുന്ന പുതുക്കലുകൾ, അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ശ്രദ്ധിക്കാറ്? അത് വായനയിൽ നിന്ന് സ്വാഭാവികമായി സംഭവിച്ചു പോകുമോ, അതല്ല മനഃപൂർവ്വമായ ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ടോ? രണ്ടുമുണ്ട്. മനഃപൂർവ്വമായ ശ്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ എല്ലാ ശ്രമങ്ങളും, നമ്മളൊരു പ്രവൃത്തി, ഇപ്പം ഞാനിങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് വെച്ചെന്ന് വിചാരിക്കും. ഞാനിങ്ങനെ വെറുതെ യാദൃശ്യമായിട്ട് വെക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ വെക്കുന്നതിന് മുമ്പ് ഈ വെക്കാനുള്ള ഇച്ഛ എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച് ഈ പേശികളെ ഇങ്ങനെ സഞ്ചരിപ്പിച്ച് അത് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അറിയുന്നില്ലെന്നേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഇച്ഛ, അത് ചെയ്യണം. അപ്പം ഈ പുതുക്കൽ വേണമെന്നുള്ള ഇച്ഛ എൻ്റെ ഉള്ളിലുണ്ട് എപ്പോഴും, അത് ആയിരിക്കണമെന്നുള്ളൂ. 2, എനിക്ക് ആഗ്രഹം, എപ്പോഴും ആഗ്രഹം എന്താ, ഞാൻ ഒരു കൃതി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സർഗാത്മകമായ ആനന്ദം കിട്ടുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമാകുമ്പോഴാണ്. അതിൻ്റെ തന്നെ ഒരേ ടൈപ്പ് വേറെണ്ണങ്ങൾ അതൊരു നിർമ്മിതിയാണ്, അതൊരു കൺസ്ട്രക്ഷൻ, ഒരു പ്രോഡക്റ്റായി മാറും. അതിലെനിക്ക് ചിലപ്പോൾ ആ പ്രോഡക്റ്റ് നമുക്ക് പുതിയ കാലത്തിൻ്റെ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു പ്രോഡക്റ്റ് ഇറക്കി ഒത്തിരി പേരിലേക്ക് നമുക്ക് വേണം എത്തിക്കാം. പക്ഷേ സർഗാത്മകമായ ആനന്ദത്തെ നിങ്ങൾക്കത് തരികയില്ല. അപ്പോൾ അവിടുത്തെ ചലഞ്ച്, വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് ചെയ്യുമ്പോഴാണ് പ്യുവറായിട്ടുള്ള ഒരു ആനന്ദം. അപ്പം ഇതൊന്നും നമുക്ക് ഇങ്ങനെ പറയാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ 9 മുതൽ 5 മണി വരെ എഴുത്തിൽ ഞാൻ എഴുതുകയാണ് എന്ന് പറഞ്ഞ് വേണേൽ നമുക്ക് എഴുതാം. നിങ്ങൾക്ക് സൃഷ്ടികളും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം. എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, വേറെ ഒരാളെ കുട്ടിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ടൈം വെച്ച് എഴുതി കഴിഞ്ഞാൽ എനിക്കതൊരു പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നതിൻ്റെ ഇതല്ലാതെ എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്കൊരു സന്തോഷം തരത്തില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും, എഴുതിയിൽ ഒരു കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. മടിയായിട്ടോ ഒഴികഴിവായിട്ടോ ഒക്കെ വേണം ഇതിനെ വ്യാഖ്യാനിക്കുക. സാഹിത്യകാരന്മാരെല്ലാവരും ഇപ്പോൾ പൊതുവെ ഒരു സത്യാന്വേഷണം കൂടിയാണ്. ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ ഈ സത്യാന്വേഷണത്തിന് കുറച്ചുകൂടി മൂർച്ച കൂടുതലോ. അപ്പോൾ ആ അർത്ഥത്തിൽ എപ്പോഴെങ്കിലും സാഹിത്യത്തെ ഉപയോഗപ്പെടുത്താൻ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സാഹിത്യം പലപ്പോഴും വരുന്നത്, ഞാനീ പറഞ്ഞല്ലോ,
എനിക്ക് എപ്പോഴും എഴുതാൻ പറ്റണമെന്നില്ല സാഹിത്യം. ഇപ്പോൾ സമയം വെച്ചിട്ട് ഇന്നുകൊണ്ട് ഞാൻ ഇന്ന് തീർക്കാം, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇത് തീർക്കാമെന്നൊന്നും വെച്ച് അങ്ങനൊരു ഇതേ ഞാൻ കൊടുക്കുന്നില്ല. പലപ്പോഴും ഇപ്പം നിരീശ്വരനായാലും ആൻറ്റി ക്ലോക്ക് ആയാലും അല്ലെങ്കിൽ ചോരശാസ്ത്രമായാലും ഇത് പലതും നമ്മൾ ഒരിക്കലും മനസ്സിൽ ഇങ്ങനെ ചെയ്യണമെന്ന് കാലക്കൂട്ടി ചിന്തിച്ചിട്ട് വരുന്നതായിരിക്കില്ല. എഴുതുന്ന സമയത്ത് നമുക്ക് പോലും അത്ഭുതം തോന്നുന്ന വിധത്തിൽ പല വളരെ ഒറിജിനലായിട്ട് പല സാധനങ്ങളും ഉയർന്നു വരും. അപ്പോൾ ഈ സത്യാന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളെ പുറത്ത് കിടന്ന് ഇത് അന്വേഷിക്കുന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പുറത്ത് കാണുന്ന സർവ്വതും നമ്മൾ അന്വേഷിക്കുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ളത് പോലും നടക്കുന്നത് നമ്മളിൽ തന്നെ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. സയൻസിൽ നമ്മൾ പുറത്തെല്ലാം എക്സ്പെരിമെൻ്റ് നടത്തുന്നു, അൾട്ടിമേറ്റായിട്ട് നമ്മുടെ ഉള്ളിലാണ് ഈ സാധനത്തിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത്, അനുഭവിക്കുന്നത്. സാഹിത്യം അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെ, അതെ, ഓരോ വ്യക്തിയുടെ. അപ്പോൾ ആ ഒരു അന്വേഷണത്തിൻ്റെ തലത്തിൽ ഞാൻ എന്നെ തന്നെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരു കണ്ടെത്തലുണ്ട് നമ്മുടെ ഉള്ളിൽ. കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിൻ്റെ കണ്ടെത്തലിൻ്റെ റിസൾട്ടായിട്ടാണ് പലരും സാഹിത്യം വരിക. അതാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ മറന്നു നിൽക്കി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു. ഇപ്പം പുതിയ കാലത്തെ ഒരു സാഹിത്യ ചിന്തയെക്കുറിച്ച്, എസ്പെഷ്യലി കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ ഒരു പുതിയ കാലത്തൊരു അതിൻ്റെ ഒരു ഇവോൾവിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പുതുതലമുറ ഇതിലേക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ. സയൻറ്റിഫിക്കലി ഇപ്പോൾ എല്ലാവരും സ്കൂൾ വിദ്യാഭ്യാസം നേടി, കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെഹ്റു സൂചിപ്പിച്ച സയൻറ്റിഫിക് ടംബറിലേക്ക് കൂടുതൽ അധിക പേര് എത്തുന്നു എന്നുള്ളൊരു, അങ്ങനെ എത്തുന്നുണ്ടോ എന്നുള്ള, പക്ഷെ അങ്ങനെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ ഇവോൾവ് സംഭവിച്ചിട്ടുണ്ടോ? രണ്ട് രീതിയിൽ ഇതിനെ കാണാം. ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിൽ. കാരണം പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമുക്ക്, ഞാൻ ഇപ്പോൾ പണ്ട് പുസ്തകമൊക്കെ എഴുതുന്ന സമയത്ത് ഒരു 400-430 പേജ് മാനുസ്ക്രിപ്റ്റുകൾ എത്ര തവണ കൈകൊണ്ട് വെട്ടിത്തിരുത്തി ഒരു 4000 പേജോളം ഞാൻ സ്വന്തം കൈകൊണ്ട് ഉരുട്ടി അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല, എഫർട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് മലയാള ഭാഷ ശരിക്കും അറിയില്ല, എഴുതാൻ അറിയില്ലെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൃതി എഴുതാം. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ, വോയിസ് റെക്കോർഡിങ്ങിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൃതി എഴുതാം. അപ്പം ടെക്നോളജി സഹായകരമാണ്. ഇപ്പോൾ ടെക്നോളജി സഹായകരമാകുന്നത് കൊണ്ട് തന്നെ ഒരുമാതിരി എഴുതാനായിട്ട് കഴിവുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പുസ്തകങ്ങളോ അനുഭവങ്ങളോ ഒക്കെ എഴുതുകയാണ്. അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതുകൊണ്ട് ഇപ്പോൾ പുസ്തക പ്രസാധകരെ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കണമെന്നില്ല നമ്മുടെ കൃതികളെ പബ്ലിഷ് ചെയ്യുന്നു. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഇത് എൻ്റെ വ്യക്തിപരമാണ് കേട്ടോ, വേറൊരാൾ ഇത് മോഡലാക്കണമെന്ന് ഇതാണ് ശരിയെന്നൊന്നും യാതൊരു ശാഠ്യവുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണേൽ എഴുതാം, എഴുതിയ ഉടനെ വേണേൽ പബ്ലിഷ് ചെയ്യാം. പക്ഷേ എഴുതിയ ഉടനെ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എഴുത്തുകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ പൂർണ്ണമായ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനാവാത്ത വിധത്തിൽ ഈ സാഹചര്യം നിങ്ങളെ എടുത്തിടടേ, കൊടുക്കടേ, പബ്ലിഷ് ചെയ്യടേ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു തള്ളൽ വരും. അപ്പോൾ സാമാന്യ രീതിയിൽ ഒരാൾ വായിച്ചിട്ട് കൊള്ളാം എന്ന് പറയുന്ന ഒരു സാധനം ചിലപ്പം അത് വേണ്ട വിധത്തിൽ കരുതലോടുകൂടി വീണ്ടും എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു ക്ലാസിക് ആകുന്ന സാധനമായിരിക്കും. ആ ക്ലാസിക് ആകാനുള്ള സാധ്യതയെ ഒരു സാധാരണ നല്ലത് എന്ന് പറയുന്ന രീതിയിലോ, നല്ലതാകാനുള്ള സാധ്യതയെ ഒരു മോശം സാധനമാക്കിയോ പെട്ടെന്ന് എടുത്തിടാനുള്ള ഒരു ടെൻഡൻസിക്ക് വിധേയരാകാനുള്ള സാധ്യത ഞാൻ പറയുന്നു. ഇതിനെ അതിജീവിക്കൽ ആണ് ഒരു പുതിയ കാലത്തിലൊരു നല്ല എഴുത്തുകാരൻ ആ വെമ്പലിനെ അതിജീവിച്ചുകൊണ്ട് അതിന്മേൽ അടയിരിക്കാൻ. കാരണം ഇത്ര ദിവസം അടയിരുന്നാലേ ഇത് മുട്ട പൊട്ടിച്ച് എഴുതിക്ക് അതിൻ്റെ രൂപത്തിൽ വരുന്നുള്ളൂ. നമ്മൾ പൊട്ടിച്ചെടുത്ത് ഇൻക്യുബേറ്ററിലൊക്കെ വെച്ച് നമുക്ക് പൊട്ടിച്ച് കൃത്യമായിട്ടുണ്ടാക്കി കൃത്യമായി തീറ്റയൊക്കെ കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സിൽ അത് വരുന്നതിനുള്ള അടയിരിക്കാനുള്ള ഒരു സാവകാശം കിട്ടുകയാണെങ്കിൽ നല്ലത് എന്ന് ഞാൻ പറയത്തുള്ളൂ. ആ നാച്ചുറൽ എലമെൻറ്റിൽ നിന്ന് പുതിയ തലമുറ കുറച്ച് അകന്നു എന്ന് വേണമെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്താണെന്നറിയാം, പുതിയ കാലം അതാണ്. ഞാനിപ്പം ജീവിച്ചതുപോലെ നിങ്ങളെല്ലാം പോയി പേന എടുത്ത് എഴുതാന്ന് പറഞ്ഞാൽ ഞാൻ മണ്ടനാണ്, തന്തവൈപ്പാണത് എന്ന് പറയുന്നത്. പുതിയ കാലം ഇതാണ്. പക്ഷേ ഇവിടെ ഇവർക്ക് ഇതിന് ബുദ്ധി പ്രയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അതായത് നല്ല എഴുത്തുകാരുണ്ട്, ഒരുപാട് നല്ല എഴുത്തുകാർ, അവരെല്ലാം നമ്മൾ അമ്പരപ്പോടുകൂടി എത്ര പെട്ടെന്നാണ് ഇവർ ഇതൊക്കെ. പക്ഷേ ഈ നല്ല എഴുത്തിനെ അതിൻ്റെ മീതെ അവർക്ക് എത്തിക്കാനുള്ള സാധ്യതകളിൽ നിന്ന് അവർ ഈ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ അല്ലെ പിടിച്ചു വലിയുള്ള ആകർഷണം കൊണ്ടോ പെട്ടുപോകരുത് എന്ന് മാത്രമേ ഞാൻ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. ലേഖയെ കുറിച്ച് കൂടി ഒന്ന് പറയണമെന്ന് തോന്നുന്നു. ഇപ്പം പിന്നെ പ്രൊഫഷൻ എങ്ങനെ ഈ സാഹിത്യ സംഭാവനയ്ക്കുള്ള ഒരു സംഭാവനയായി എന്ന് പറഞ്ഞു.
ലേഖ്യ എന്ന് പറയുന്നത് ലേഖ്യ അറിയാമല്ലോ, ബഹിരാകാശത്ത് ആദ്യമായിട്ട് യാത്ര അയച്ച നായ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു GK പുസ്തകത്തിൽ നിന്ന് കാണാൻ പഠിച്ചതാണ്. അപ്പോൾ അന്ന് മുതലേ എൻ്റെ മനസ്സിൽ ഈ പേരുണ്ട്. കാരണം നായ ആകാശത്തിൽ പോയി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, റോക്കറ്റിൻ്റെ കാര്യമൊന്നും കേട്ടിട്ടേ. അത് എൻ്റെ മനസ്സിൽ കിടന്നു ലേഖ്യ. ശരിക്കും പറഞ്ഞാൽ ആ നോവലിൻ്റെ വിത്ത് അവിടെ വീഴുക 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ USSCയിൽ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമുക്കവിടെ ഒരുപാട് ടെക്നിക്കൽ ബുക്സും ജേർണൽസും ഒക്കെ വരുന്നു. അങ്ങനെ ഒരു ജേർണൽ ഞാൻ വായിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അവർ ലേഖയുടെ എക്സ്പെരിമെൻ്റ് നടത്തി ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. കാരണം ഒരു എഞ്ചിനീയർക്ക്, ഒരു സയൻറ്റിസ്റ്റിന് ഭയങ്കര വിഭവമാണത്. ആദ്യമായിട്ട് വായിക്കുകയാണ് എന്തൊക്കെയാണെന്ന് നടന്നത്, അവരെങ്ങനെയാണ് അത് സക്സസ്ഫുൾ ആക്കിയത്. അപ്പോൾ അതിങ്ങനെ കൗതുകത്തോടു കൂടി എന്നിൽ ശാസ്ത്രജ്ഞൻ സയൻറ്റിസ്റ്റ് ഇതിനെ കൗതുകത്തോടു കൂടി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് നായയുടെ ഫോട്ടോ കാണുന്നത് അവിടെ വെച്ചാണ്. കുറേ നാൾ ഇൻ്റർനെറ്റൊന്നും അത്ര വ്യാപകമായിട്ടില്ലാത്ത കാലമാണ് ഞാൻ ജോയിൻ ചെയ്ത് ആ സമയത്ത്. അപ്പം ഈ നായയുടെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു തോട്ട് വരികയാണ്. കഷ്ടം, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ഉറപ്പായിട്ട് ഒരു പേടകത്തിൽ ഞെരുകിയിട്ടൊന്ന് മേലോട്ട് വിട്ടിട്ട് ആ തീയിൽ കത്തി ഉരുകി ചാരമാകാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അതിൻ്റെ ഒരു നൈതികതയുണ്ട്. വളരെ സ്നേഹിച്ച് വളർത്തിയ ഒരു, നമ്മളാണെങ്കിലും ഒരു സ്നേഹിച്ച് വളർത്തിയ ഒരു ജീവിയെ നമുക്ക് എങ്ങനെ പറഞ്ഞു വിടാനായിട്ട് പറ്റും. പക്ഷേ അമേരിക്കയുമായിട്ടുള്ള ശീത യുദ്ധം കാരണം അവരെ തോൽപ്പിക്കാൻ, അവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണമെന്നുള്ള നിലയ്ക്ക് റിട്ടേൺ തിരിച്ചു കൊണ്ടുവരാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ ഇവർ പറഞ്ഞു വിടുന്നു. ഈ ഒരു സംഘർഷമുണ്ടല്ലോ അത്. അപ്പോൾ ആ ലേഖയുടെ ആ നായയുമായിട്ട് മാനസികമായിട്ട് അടുപ്പത്തിലാവുന്ന ഒരു കൊച്ചുകുട്ടി, ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ്റെ മകൾ നേരിൽ കണ്ടിട്ടില്ല. പക്ഷേ ശാസ്ത്രജ്ഞൻ ഈ ലേഖയുടെ കഥകളെല്ലാം കൊച്ചുകുട്ടിയോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുത്ത് ഇതുമായിട്ട് ഭയങ്കര മെൻ്റൽ അറ്റാച്ച്മെൻ്റ് ആയി പോകും, ഭയങ്കര. എന്നിട്ട് ലേഖ തിരിച്ചു വരില്ല എന്നറിയുമ്പോൾ ഈ കുട്ടി അതിലുണ്ടാകുന്ന ഒരു തീവ്രമായ അനുഭവതരത്തെ, അത് ഒരേ സമയം ഹൃദയം കൊണ്ടും ബുദ്ധി കൊണ്ടും. കാരണം ശാസ്ത്രജ്ഞൻ്റെ ബുദ്ധിയും വേണം, അതുപോലെ എഴുത്തുകാരൻ സാഹിത്യകാരൻ്റെ ഹൃദയവും കൂടെ ചേർന്നുണ്ടാകുന്ന ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ആ നോവലിന് കാരണമായിട്ട് തീർന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു, അതായത് പ്രകൃതിയുടെ ചില തമാശകളുണ്ട്. ഞാൻ പറഞ്ഞു വിത്ത് 4ാം ക്ലാസ്സിൽ ഇട്ടു. ഇത് എഴുതുന്ന സമയത്ത് എനിക്ക് സോവിയറ്റ് യൂണിയൻ്റെ ആ അന്തരീക്ഷമൊന്നും അറിഞ്ഞുകൂടാ, ഇൻ്റർനെറ്റൊന്നും അത്ര വ്യാപകമല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ യാത്ര പോയിട്ടുള്ളവരുണ്ട്, ഒഫീഷ്യലി യാത്ര പോയിട്ടുള്ളവർ, കുഞ്ഞത്തുള്ളവരുടെ ഒക്കെ ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവരിൽ നിന്നും ആ പശ്ചാത്തലം എടുക്കുന്ന, പിന്നെ അവിടുത്തെ ഒരു പള്ളിയുണ്ട് ഇതിന് പ്രധാനം. ഈ പള്ളിയുടെ താഴികക്കുടങ്ങളും അതിൻ്റെ വന്ധുവും എല്ലാം അവിടെ പോയിട്ടുള്ളവരിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്താണ് ഈ സ്ഥലം. അപ്പോൾ ഇതെല്ലാം വെച്ച് ഞാൻ നോവലങ്ങ് എഴുതി പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരത്ഭുതം സംഭവിക്കുകയാണ്. അതായത് ഞാൻ അതുവരെ ജോലി ചെയ്തിരുന്ന ഇടത്തു നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ട്രാൻസ്ഫർ വരികയാണ്. സാധാരണ രീതി ആ ട്രാൻസ്ഫർ ഒരിക്കലും വരേണ്ട കാര്യം, ആ സാഹചര്യം ഞാനിവിടെ പറയുന്നില്ല. ഈ സാഹചര്യത്തിൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ വേറൊരു സെക്ഷനിലേക്ക് വരികയാണ്. അതായത് വലിയമലയിലായിരുന്നു ഞാൻ, പട്ടിയൂർക്കാവ് എന്നുള്ള ഒരു യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ കിട്ടി വരികയും ഞാൻ അവിടെ വന്ന് ചേർന്ന സെഷനിൽ നിന്ന് അവിടെ ചെന്ന ഉടനെ സംഭവിക്കുന്നതാണ്. അവിടെ ഒരു ഒരു പ്രത്യേക ടെക്നോളജി ഋഷിക്ക് മാത്രം ഡെവലപ്പ് ചെയ്തൊരു ടെക്നോളജി ഉണ്ട്. അത് വെച്ച് നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി നമുക്ക് അവിടെ നിന്ന് ഹയർ ചെയ്യേണ്ട ആവശ്യം വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്പിറേഷൻ ഇത് വാങ്ങിക്കുന്നതിന് എന്നെയാണ് അയക്കുന്നത് റഷ്യയിലേക്ക്. അപ്പം ഞാൻ ഇത് കണ്ട് പുസ്തകം എഴുതി, എന്നിട്ട് ഞാൻ മറ്റുള്ളവരിലൂടെ പറഞ്ഞ് കേട്ട് ഞാൻ എഴുതിയ ആ ഇടത്തേക്ക് പ്രിയങ്ക അന്തി ഉറങ്ങുന്നതായിട്ട് ഞാൻ എഴുതി വെച്ച ആ പള്ളിയിൽ ഉൾപ്പെടെ എന്നെ കൊണ്ടുവരികയാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ, അതായത് അവിടെ വെച്ച് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ശാസ്ത്രജ്ഞൻ്റെ സകല ബുദ്ധി എടുത്ത് മാറ്റി വെച്ചിട്ട് 2 മെഴുകുതിരി എന്നെ കഥാപാത്രമായ പ്രിയങ്കയ്ക്ക് ഞാനിവിടെ കത്തിച്ച് വെച്ചു. അതാണ് അത് പ്രപഞ്ചത്തോടുള്ള, ആലോചിച്ച് നോക്കണം, ഇയാൾക്കൊരു ലോജിക്കലെന്ന് പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഉള്ളുണ്ടല്ലോ ഇങ്ങനെ കറക്കി തിരിച്ച് 4ാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ കറക്കി തിരിച്ച് ട്രാൻസ്ഫർ തന്ന് അവിടെ എത്തിച്ചിട്ട് എന്നെ റഷ്യയിൽ എത്തിക്കുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഇണക്കുണ്ടല്ലോ, അതിന് ഞാൻ കൊടുത്ത നന്ദിയാണ് ആ 2 മെഴുകുതിരി എന്ന് പറയുന്നത്. ഇതുപോലെ വേറെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട്. അല്ല, അത് ഞാൻ വിചാരിക്കുന്നത് മാഷിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഒരു ശാസ്ത്രജ്ഞനും ഒരു സാഹിത്യകാരനും തമ്മിലുള്ള മാത്രമല്ല, നമ്മുടെ പല സഞ്ചാരങ്ങൾ ഞാൻ ഒരിക്കലും ഒരിടത്തും പറയാത്ത ഒരുപാട് സഞ്ചാരങ്ങൾ എനിക്കുണ്ടാവും. അത് പേഴ്സണലാണ്. ഈ പേഴ്സണലിനെ ഒരിക്കലും ഞാൻ എടുത്ത് ഒരു പൊതുസദസ്സിൽ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ഇങ്ങനെ ട്രഷർ പോലെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് കൊണ്ടു നടക്കാനും, ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും പല എഴുത്തുകൾ. ഇപ്പോൾ ദത്താപഹാരം എന്ന നോവൽ
പ്രകൃതിയുമായിട്ടുള്ള സംയോഗത്തിൻ്റെ പരമകാഷ്ഠയാണ്. അതായത് ഒരു മനുഷ്യൻ പ്രകൃതി തന്നെയായി മാറുന്ന ഒരു, അപ്പോൾ അത് ആ നോവൽ എഴുതാനായിട്ട് എനിക്കൊരു കാരണമുണ്ട്. ഞാൻ വെറുതെ ഇത് രണ്ടും കൂടെ ചേർത്ത് അങ്ങനെ ആക്കാമെന്ന് ആക്കുകയില്ല. അതിന് സമാനമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെന്ന് വിടുകയും അതിന് സമാനമായ ചില അനുഭവങ്ങൾ നമ്മൾ കടന്നു പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ സത്യസന്ധമായിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ എഴുത്തിൽ സത്യസന്ധത വേണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അനുഭവിച്ചതാവണം. ഇപ്പം കിനാവ് എഴുതിയത് റിട്ടയർമെൻറ്റിന് ശേഷം അല്ല, കിനാവ് വാസ്തവത്തിൽ ഒരു കുട്ടികൾക്ക് വേണ്ടി എഴുതിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനത് നേരത്തെ പുതുതലമുറയുടെ കാര്യം പറഞ്ഞ സമയത്ത് എന്നോട് ചേർത്ത് ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ചോദ്യം. അതെ. അതായത് ഞാൻ ആദ്യ നോവൽ പ്രൊപ്പണൻ്റ് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു മാധവ പണിക്കർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കുട്ടികൾക്കുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ദേശബന്ധു പബ്ലിക്കേഷൻസിൻ്റെ ഒരു ഓണററി എഡിറ്ററാണ്. ഓരോ മാസവും കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ എഴുത്തിൽ ഇങ്ങനെ ഒരു താല്പര്യമുണ്ടെന്നും എഴുതുമെന്നും ഒക്കെ കേട്ടപ്പോൾ അദ്ദേഹം എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ബിബ്ലിക്കലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകം എഴുതാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യം ഒരു ഇത് തോന്നിയെങ്കിലും ഞാനത് എഴുതി. ശരിക്കും പറഞ്ഞാൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിന് മുമ്പുള്ള എൻ്റെ മുന്നൊരുക്കമായിട്ട് മാറി. ഒരു 4 പുസ്തകങ്ങൾ ഞാനത് എഴുതി. എന്നിട്ട് അത് പുസ്തകം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് ആ പുസ്തകങ്ങൾ. എന്നിട്ട് അതിനുശേഷം ആ പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് ഒന്നും വന്നില്ല. അപ്പോൾ വീണ്ടും അത് ഞാൻ എടുത്ത് കുറേ വർഷം 10-30 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ എടുത്ത് വായിച്ചപ്പോഴും എനിക്ക് ഇപ്പം നമ്മുടെ ഒരു എഴുത്തുകാരന് ഒരു തൃപ്തി പറഞ്ഞാൽ ഇത് കുഴപ്പമില്ല, ഇത് ഇപ്പോഴും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടെന്ന് തോന്നും. ഞാൻ ബൈബിളിലെ കഥാപാത്രത്തെ എടുത്ത് അതേപടി ചിത്രീകരിക്കുകയായിരുന്നില്ല ചെയ്തത്. അതിൻ്റെ ആ കുട്ടികളുടെ ഉദ്വേഗത്തിലൂടെ അതിനെ കടത്തിക്കൊണ്ടുവന്ന് തന്നെ ഒരു കുട്ടി അവൻ്റെ ഉള്ളിലുള്ള ചില എക്സ്പ്ലോറേഷൻസിനുള്ള അവൻ്റെ സാധ്യതകളിലേക്കുള്ള വഴികൾ തുറന്നിട്ട് കൊണ്ടുമൊക്കെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് കിനാവ് ചെയ്തത്. ഇനി അടുത്തത് കിന്നരം DCBC ചോദിച്ചിരിക്കുകയാണ്, അത് കൊടുക്കണം. പിന്നെ കനി എന്ന് പറഞ്ഞ ഒരെണ്ണം. അപ്പോൾ അവയെല്ലാം ക്രമേണ പുതിയ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം അപ്പം നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളുണ്ടാവും. പിന്നെ ഇത്രയും വർഷത്തെ ഒരു എഴുത്തനുഭവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായങ്ങളിൽ വരുന്ന മാറ്റങ്ങളുണ്ടാകും, അറിവിൽ വരുന്ന മാറ്റങ്ങളുണ്ടാകും, സമൂഹ സാഹചര്യങ്ങൾ മാറുന്നുണ്ടാകും. അപ്പം ഇപ്പോൾ മതം, കുടുംബം, ഇങ്ങനെയുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഇതിലൊക്കെ സ്വാധീനിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം അതിനെ എങ്ങനെയാണ് ഇപ്പോൾ ദീർഘകാലമായി എഴുതുന്ന സമയത്ത് ആ വരുന്ന മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് അതിനോട് ഒത്തുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവാറ്? കാരണം നമ്മൾ സമാധാനപരമായ ഒരു ജീവിതം കാക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻസ് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ 2 സുഹൃത്തുക്കൾ 2 മതത്തിൽപ്പെട്ടവരാകാം, 2 അഭിപ്രായങ്ങളുള്ളവരാവാം. അപ്പം ആ സൗഹൃദത്തെ ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി വളരെ അടുത്ത പല സുഹൃത്തുക്കൾ പോലും അന്യോന്യം രാഷ്ട്രീയമായിട്ടുള്ളതും അല്ലെങ്കിൽ മതപരമായിട്ടുള്ളതും ആശയങ്ങളുടെ പേരിൽ കടിച്ചു കയറാൻ നിൽക്കാൻ നമ്മൾ കാണുന്നില്ലേ? ആ ഒരു ഡയമെൻഷനിലേക്ക് നമ്മൾ കടന്നു പോകുന്നിടത്ത് ഈ ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോയി, അവരുടെ സമാധാനം പോയി, ഇടയിലുള്ള ബന്ധങ്ങളെല്ലാം പോയി. പണ്ട് കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഒരു അതിൻ്റെ സ്വാതന്ത്ര്യം അതിസ്വാതന്ത്ര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കാണാം. അപ്പം ആ ഫ്രിക്ഷനെ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കാനായിട്ട് ചിലപ്പോൾ ഒരു വരാലിനെ പോലെ ഇങ്ങനെ അങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കണ്ട ചിലർ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയല്ല അത്. കാരണം ഇതിന് അപ്പുറത്തുള്ള ഒരുപക്ഷെ നമ്മളിവിടെ നിന്നുകൊണ്ട് ഇതാണ് ശരിയെന്ന്, ഇതാണ് ഈ ലോകമാണ്, ഇതാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിക്കുന്നതിനപ്പുറത്തുള്ള വേറെ ചില, ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സും പഠിക്കുമ്പോഴും അത് വരുന്നുണ്ട്. ഈ റിയാലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത് എന്താണെന്നല്ല, അനന്തമായ ഒരുപാട് സാധ്യത, സൂപ്പർ പൊസിഷൻ സാധ്യതകൾ ഇങ്ങനെ കിടക്കുന്നതിലെ ഒരു സാധ്യതയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് നമുക്ക് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യണം. അനേകം റിയാലിറ്റികൾ വേറെ. അപ്പോൾ റിയാലിറ്റി അപ്പുറത്തപ്പുറത്ത് എല്ലാം കിടക്കുന്നതിൽ നമ്മൾ ഏതിലാണ് നമ്മുടെ ഞാൻ ഭാവം വെച്ച് ഫോക്കസ് ചെയ്യുന്നത്, അത് റിയാലിറ്റി. ഇത് ക്വാണ്ടം ലെവലിലുള്ള റിയാലിറ്റി. അപ്പോൾ യഥാർത്ഥ റിയാലിറ്റി ഇതൊന്നും അല്ല വാസ്തവം. ഒരുപാട് സാധ്യതകളിൽ ഏതോ ഒരു സാധ്യതയാണ് നമ്മളെ സംബന്ധിച്ചത്. അപ്പോൾ ഈ എല്ലാ സാധ്യതകൾക്കും അപ്പുറത്ത് ഉള്ള ഒരു ഡയമെൻഷനിലാണ് വാസ്തവത്തിൽ സത്യമെന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സുകൊണ്ട് താല്പര്യത്തോടെ അന്വേഷിക്കുമ്പോൾ ഈ പ്രത്യക്ഷത്തിൽ ലോകത്ത് കാണുന്ന ഈ ഫ്രിക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കുമുള്ള റിയാലിറ്റിയിൽ പെടുന്നതല്ല. അവിടെ നമ്മൾ കൊണ്ട് നമ്മുടെ എനർജി നിക്ഷേപിക്കുന്ന ഒരു കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തലമുണ്ട് കഴിയുന്നതും. പക്ഷേ നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരുടെ സ്വാഭാവികമായ ഈഗോ കൊണ്ടും ഞാൻ ഭാവം കൊണ്ടും ചിലപ്പോൾ ഈ പറയുന്ന ഞാൻ തന്നെ അടുത്ത നിമിഷത്തെ എന്തെങ്കിലും കാര്യം പറയും ദേഷ്യപ്പെട്ടെന്ന് വരും. അത്രേ ഉള്ളൂ നമ്മൾ. കാരണം നമ്മൾ പെട്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. ഏതായാലും വളരെ നന്ദി സാർ. ഒരുപാട് ഇൻസൈറ്റ്
നൽകി. ഒരു എനിക്ക് തുടക്കം മുതലുള്ള ഒരു കൗതുകം ഇതായിരുന്നു, ഒരു ശാസ്ത്രജ്ഞനും സാഹിത്യകാരനും തമ്മിലുള്ള ഈ ഒരു തുലനം. പക്ഷേ അതിനെ വളരെ മനോഹരമായി മാഷ് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ സമയത്ത് റിസാലയോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി സർ. താങ്ക്സ്. സന്തോഷം ഇങ്ങനെ ഒരു സംഭാഷണത്തിന് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ.